നമസ്കാരം. നോർത്ത് അമേരിക്കൻ മലയാളികളുടെ വാർത്തകളും വിശേഷങ്ങളുമായി ടേസ്റ്റ് ഓഫ് കേരള അമേരിക്കൻ ഡ്രീംസ് പവർഡ് ബൈ JS കൺസൾട്ടിംഗ് ഷിക്കാഗോ, കോ പവർഡ് ബൈ ജോബ് ജോസഫ് ഇൻഷുറൻസ് ഷിക്കാഗോയുടെ പ്രഥേയം ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഹ്യൂസ്റ്റൺ നിവാസിയായ മഞ്ജു അമർരാജ് രചനയും സംഗീതവും നിർവഹിച്ച് പാടിയ രാത്രി മുകിലെ എന്ന വീഡിയോ ആൽബം റിലീസ് ചെയ്തു. അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഋഷികേഷ് അമർരാജ് ഈ ആൽബത്തിൽ പാടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഹ്യൂസ്റ്റണിൽ നിന്നും രേഷ്മ വിനോദും ജോർജ് പോളും നമ്മോടൊപ്പം ചേരുന്നു. താങ്ക് യു ജിനു. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് ഫ്ലവേഴ്സ് USA പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമായ രണ്ട് മുഖങ്ങളാണ്. അതെ, ഗായികയും സംഗീത സംവിധായകയും ലിറിസിസ്റ്റുമായ ശ്രീമതി മഞ്ജു അമർരാജും മഞ്ജുവിന്റെ മകൻ മിസ്റ്റർ ഋഷികേഷ് അമർരാജ്. ആദ്യത്തെ രണ്ട് മ്യൂസിക് ആൽബങ്ങളും വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ ശേഷം ഇപ്പോൾ മൂന്നാമത്തെ ഒരു ആൽബവുമായാണ് ശ്രീമതി മഞ്ജു അമർരാജ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. അതെ, രാത്രി മുകിലെ. രാത്രി മുകിലെ ആക്ച്വലി ഒരു ട്രാവലോഗ് പോലെയാണ് ചെയ്തത്. ഇറ്റ്സ് ടൈം ഫാമിലിയും പുറത്തുനിന്നുള്ള കോൺട്രിബ്യൂഷൻസിനെക്കാട്ടും കൂടുതലും നമ്മളുടെ ഒരു പേഴ്സണൽ ടച്ച് കൊടുത്തിട്ടുള്ള ഒരു ആൽബം പോലെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കണു. ഇതിൻ്റെ മ്യൂസിക്കിന് എന്നെ സഹായിച്ച അമിത് വിനോദ് ഉണ്ട്. ഐ എം വെരി മച്ച് ഒബ്ലൈജ്ഡ് ടു ഹിസ് വർക്ക്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കുട്ടി. അപ്പോൾ ഇത് ഒരു മ്യൂസിക്കൽ ട്രാവലോഗായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ മോൻ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഗോഡ്സ് ബ്ലെസ്സിങ് പോലെ ഞാൻ കരുതുന്നു. ഇനി അറിയാനുള്ളത് മഞ്ജു, ഇപ്പം ആദ്യത്തെ ഒരു ആൽബം കഴിഞ്ഞു, രണ്ടാമത്തത് കഴിഞ്ഞു, മൂന്നാമത്തതായി. അപ്പം നമുക്കൊരു ഈ ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ ഈ സംഗീത യാത്രയിൽ മഞ്ജുവിന് തോന്നിയോ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ എളുപ്പമായി, അല്ലെങ്കിൽ നമ്മുടെ ആദ്യം ആയിട്ട് നമ്മൾ കുറേ കണക്ഷൻസ് ഉണ്ടാക്കുമല്ലോ, നമുക്ക് അതുകൊണ്ട് ആസ് ഇറ്റ് ഗെറ്റ്സ് ഓൾഡർ ഇറ്റ് ഗെറ്റ്സ് വൈസർ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇത് തോന്നിയോ? നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ആയി, ഇതുകൊണ്ട് ലൈക്ക് യു ഫീൽ ലൈക്ക് എനിക്ക് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായോ? ഓഫ് കോഴ്സ്, ഇത് ഒരു സ്ത്രീയാണല്ലോ മുന്നിട്ടിറങ്ങുന്നത് സംഗീത സംവിധാനം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ ചാലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കോപ്പറേറ്റ് ചെയ്തു. അപ്പോൾ അതങ്ങനെ ഒരു സക്സസ്ഫുള്ളി ഫസ്റ്റ്, സെക്കൻഡ്, ഇപ്പോൾ തേർഡിലേക്ക് എത്തി. അപ്പോൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, കോപ്പറേഷൻ, എല്ലാവരുടെ സഹകരണവും അതൊക്കെ ഉള്ളതുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്താൻ പറ്റുന്നു. മഴയിൽ അതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അമ്മയുടെ കൂടെ പാടുന്നത്. ആൻഡ് ദെൻ ഐ നോ ആഫ്റ്റർ ദാറ്റ് album came out, I'm sure you thought to yourself, next time when I do this, I'm going to do this, changes in my singing, or I can improve. You found the areas where you needed improvement at that time. So were you able to implement those, whatever decisions or whatever changes you needed to make? Were you able to implement those in this album? Yeah, so I feel like I've tried to refine my voice more. Since this is the second, I've been trying to get better at my Malayalam pronunciation. I've been trying to improve on that. So with that and trying to make my voice more defined, so I would be able to do better on the next album. And additionally, I'd like to thank my gurus for helping me get to this, helping me improve all the way, including Amma. കോളേജിലേക്കൊക്കെ പോവാണ്. അപ്പം when I ask you, like, do you think you're going to continue this passion for your music? After my senior year, I would like to continue my music journey, and I'd like to see where the music would take me in the end. And overall, I'd like to see how the future would end up for me singing and my passion. I would like to know whether you're going to continue with your passion of this music direction and singing and writing the songs and everything. ഓഫ് കോഴ്സ്, ഇതൊരു പാഷനാണ്. മുമ്പോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം. ഇനിയും അങ്ങനെ ഒരു നല്ലൊരു പാട്ട് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സർവൈശ്വര്യം ദൈവം തരട്ടെ എന്ന് ആഗ്രഹിക്കണം.
അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലവേഴ്സ് TV കൂടെ തന്നെ ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ മുമ്പിൽ. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും. രേഷ്മ, ഫ്ലവേഴ്സ് TV, ജോർജ് അങ്കിൾ, എല്ലായിടത്തും ഭയങ്കര താങ്ക്സ് ഉണ്ട്. തീർച്ചയായും മഞ്ജു, ഞങ്ങളെല്ലാവരും ഇനിയും മഞ്ജുവിൽ നിന്ന് ഒരുപാട് ഗാനങ്ങൾ പ്രതീക്ഷിക്കുന്നു. മഞ്ജുവിൽ നിന്ന് മാത്രമല്ല, ഋഷിയിൽ നിന്നും. നിങ്ങൾ രണ്ടാളും ഒപ്പമുള്ള ഗാനങ്ങളും ഋഷി ഒറ്റയ്ക്ക് പാടുന്ന പാട്ടുകളും മഞ്ജു ഒറ്റയ്ക്ക് പാടുന്ന പാട്ടുകളും ഇങ്ങനെയുള്ളൊരു ഈ സംഗീത യാത്ര രണ്ടുപേരും തുടരട്ടെ എന്ന് ഫ്ലവേഴ്സ് TV USA മാത്രമല്ല ഈ ഞാനും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി ഫ്ലവേഴ്സ് TV USAക്ക് വേണ്ടി ഈ ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതും നിങ്ങളുടെ ഈ ആൽബത്തിനെ പറ്റി ലോകമെമ്പാടും അറിയാനുള്ളൊരു അവസരം തന്നതിന് ഒരുപാട് നന്ദി. ആശംസകളും രണ്ടുപേർക്കും എല്ലാ നന്മകളും എല്ലാ ആശംസകളും.